മുഗൾ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു അക്ബർ. ശ്രദ്ധിക്കണം, രാജ്യമല്ല സാമ്രാജ്യമാണ്, രാജാവല്ല ചക്രവർത്തിയാണ്. അക്ബറിന്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിലെത്തിയത്. അക്ബറിന്റെ കാലത്താണ് ഇസ്ലാമിക ഹൈന്ദവ മതസങ്കല്പങ്ങളെ കൂട്ടിച്ചേർത്ത് ദീനെ ഇലാഹി എന്ന പുത്തൻ ആശയം അവതരിപ്പിക്കുന്നത്. ഫത്തേപൂർ സിക്രിയിൽ പണി ചെയ്യപ്പെട്ട ഇബാദത്ത് ഖാന എന്നറിയപ്പെടുന്ന സൗധത്തിൽ സർവ്വമത സമ്മേളനങ്ങൾ കൂട്ടിയതും അക്ബർ ആയിരുന്നു. ആ അക്ബറിന്റെ പിൻഗാമിയായ ഔറംഗസേബ് ആകട്ടെ അദ്ദേഹത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. പണ്ഡിതനും സൂഫി വര്യനുമായ അലി തൻത്വാവി തന്റെ വിശ്വവിഖ്യാത കൃതിയായ ചരിത്ര പുരുഷന്മാർ എന്ന പുസ്തകത്തിൽ ഔറംഗസേബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മറ്റു ഭരണാധികാരികളിൽ നിന്നും ഔറംഗസേബ് വ്യതിരിക്തനാകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പൊതു ഖജനാവിൽ നിന്ന് പണം അനാവശ്യമായി ഉപയോഗിച്ചിട്ടില്ല. രണ്ട്, ശരീഅത്ത് നിയമങ്ങളെ ഒരൊറ്റ വിജ്ഞാനകോശമാക്കി ഔറംഗസേബ് ക്രോഡീകരിച്ചു. നിരവധി ഹിന്ദു രാജാക്കന്മാരെ കടുത്ത മതവാദിയായ ഔറംഗസേബ് കൊന്നൊടുക്കിയെന്നാണ് മറ്റൊരു വിമർശനം. ജനാധിപത്യ യുക്തിയിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല രാജഭരണം. ഇന്നത്തെ കാലത്തെ യുക്തിയിൽ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള പല അട്ടിമറികളും രാജതന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ചരിത്രം. പക്ഷേ ആ ആനുകൂല്യം നൽകാതെ ചരിത്രത്തെ വളച്ചൊടിക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കും.